വലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. അതല്ല മച്ചി, നിങ്ങൾ കൊറേ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ടല്ലോ ഇപ്പാ. നിങ്ങൾ മറ്റാ ഈ പ്രൈവറ്റ് ബസ്സിനെ കുറിച്ചിട്ട് ഇതുവരെ ഒരു വീഡിയോ കണ്ടിട്ടാ ഓർ ഈ പോന്ന പോക്ക് നിങ്ങൾ കാണല്ലേ? ഒരു മറ്റേ വണ്ടി ഉണ്ടാന്ന് നോക്കല്ലേ, ഒറ്റോട്ടേക്ക് ആക്കിയിട്ട് പോന്നെ. അപ്പൊ അതിനെ പറ്റിയിട്ട് രണ്ട് വാക്ക്. അതെന്ന് പറഞ്ഞാൽ മോനെ, ഞമ്മ പിന്നെ പാലക്കാട് പുള്ളാന്ന് ബസ് ഓട്ടുന്ന പാലക്കാട് പുള്ളാന്ന്. ഈ പാലക്കാട് പുള്ള റോഡ് ഇപ്പൊ പറയുമ്പോ ഓർ പിന്നെയും സ്പീഡ് കൂടുന്ന എല്ലാവരും കുറക്കില്ല, അത് പഠിച്ചു ചെയ്യുന്നു. രണ്ടാമത്തെ എന്താ അറിയോ, ഇപ്പൊ ഓർക്ക് കിട്ടുന്നെങ്കിൽ ചെറുക്കലത്തിന് ഇപ്പൊ ബാക്കിയുള്ള യാക്കപ്പടി ഫാസ്റ്റ് പോകുന്നില്ല. ചെറുക്കലത്തിന് സ്റ്റാർട്ടാക്കിയെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡോളൂ, പുതിയ ബസ് സ്റ്റാൻഡല്ല, അണങ്കൂർ വരെ അടിച്ചു പോന്ന്. എന്നിന് ആകെ കിട്ടുന്ന 50 റുപ്യ ഇല്ലെങ്കിൽ 100 റുപ്യന്റെ പൈസ. ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർടേക്ക് ആക്കിയിട്ട് എന്തെങ്കിലും ആയിപ്പോയെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? എത്ര ആളെ പല്ല് തെറിക്കും? പെട്ടെന്ന് ഓന് പിന്നെ സൈഡ് തന്നില്ല, പെട്ടെന്ന് റൈറ്റിലേക്ക് എടുത്തെങ്കിൽ ഏടക്ക് വേണ്ടിയിട്ട് വണ്ടി കുത്തുന്നേ. എല്ലാവരും ഈ സീറ്റും ഇതെല്ലാം ഒന്നരപ്പാടെ വന്നിട്ട് ഫ്രണ്ട് ഗ്ലാസിന്റെ കൂടി അതിലെ കൂടി താഴെ പോകും. ബ്രേക്ക് പെട്ടെന്ന് ചവിട്ടുമ്പോൾ എന്ത് പോക്ക് പോകുന്നറിയോ? അപ്പൊ ജനങ്ങൾ നിങ്ങൾ ഡ്രൈവർമാർ ചിന്തിക്കണ്ടല്ലോ മക്കളെ. രണ്ടാമത്തെ എന്താ പറഞ്ഞാലോ, ഏടെ കിട്ടി ആടെ കൈയാട്ടി ആടെ പെണ്ണുങ്ങ കൈയാട്ടി നിർത്തിയാടെ ആടെ തന്നെ. അപ്പൊ എന്താ വെച്ചാൽ ബാക്കിലുള്ളോ അറിയോ അത്. പിന്നെ സൈഡിലെ കൂടി ഇപ്പൊ ഫുട്പാത്തിലെ കൂടിയിട്ടാണ്, കാരണം സ്കൂട്ടറെല്ലാം അടിച്ചു പോകുന്നവരോ അങ്ങനും ഇങ്ങനും രണ്ട് ഭാഗത്തുനിന്നും. റോഡ് ശരിയില്ലാതൊന്നും ഉണ്ടാകില്ല. അങ്ങനെ തന്നെ പോക്ക് ബൈക്കാറും പോകുന്നു. ബൈക്കാരൻ നല്ല സ്പീഡിൽ പോകുന്നത് റോങ്ങിൽ തന്നെ. ലെഫ്റ്റിലെ പോകേണ്ട വണ്ടി പിന്നെ ഞമ്മ ഒന്നാകെ ഇപ്പൊ കാസർഗോഡ് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ നായ്മറ പോലെ പിന്നെ കാസർഗോഡ് നിന്നല്ലോ ഈ അൺകോർന്ന് ഇങ്ങോട്ടെല്ലാം റൈറ്റിൽ തന്നെ ഫുട്പാത്തിന്റെ മുകളിൽ കൂടി റോങ്ങിൽ ഇങ്ങോട്ട് വരുന്നു സ്കൂട്ടർ. അപ്പൊ എവിടെയെങ്കിൽ പിന്നെ പെട്ടെന്ന് ഒരാളെ കീന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡോർ തുറന്ന എന്താവും? അപ്പൊ ചിന്തിക്കാൻ എന്താ, ബൈക്കിൽ പോകുന്ന ആളും സൈഡിൽ മെല്ലെ പോകും മക്കളെ, മെല്ലെ പോകണം. കാരണം ഇനിയെന്ത് കുറെ കാലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കണ്ടറിയോ, മനുഷ്യന് ഇനി കുറേ കാലം ചെയ്യിക്കില്ല. ഉള്ള കാലം ഞാൻ എന്തിനു കൈയും കാലം പൊളി ഞാൻ ആരുണ്ടായിരുന്നു മക്കളെ. 2 ദിവസം കഴിയുമ്പോൾ കുറേ കാര്യം നാളുണ്ടാവും. ചിലപ്പോൾ മരിച്ചിട്ട് പോകും, ചിലപ്പോൾ കാലം കൈ പൊളിച്ചിട്ടുണ്ടാവും. 6 മാസം ഒരു കൊല്ലം മുണ്ടാത്ത ആളുണ്ടെന്ന് ഇങ്ങനെ ഐസിയുവിൽ വെച്ചിട്ട് അറിഞ്ഞ. അത് ബൈക്കാറ്, കൂടുതൽ ബൈക്കാറുണ്ട്. അത് ഇങ്ങനെയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിലെ കൂടി ഏതെങ്കിലും ഒരു വണ്ടിയിലെ ഇടയിലെ ഒരാൾ കടന്നെങ്കില ചൂട് വെക്കാത്ത ആളെ കടക്കുന്നുണ്ട് എന്താവും? ആംബുലൻസും അങ്ങനെ. ആംബുലൻസിൽ ഒരാളെ പിന്നെ ഇടുന്ന ആളെ പറയുന്നു, ജാഗ പറയുന്നില്ല. ഒരു പിന്നെ പേഷ്യന്റിനെ പിന്നെ സ്കാനിങ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നേ. അതിനെ മറ്റേ ഇതിന്റെ വാറിനും മറ്റേ ഇതെല്ലാം സൗണ്ടെല്ലാം ഇട്ടിട്ട് കൊണ്ടുവന്നു. എത്ര സ്പീഡിൽ പോന്ന്. അതിലാകെ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോന്ന് ചില ആള്. ഈ ഒരാളെ രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ ഈ 2-3 ആള് പിന്നെ ഈ സിസ്റ്ററും പിന്നെ വേറെ ഒരാൾ വരെ ഹെൽപ്പറും ഉണ്ടാവും, ഡ്രൈവറും ഉണ്ടാവും. ഈ പിന്നെ കൊണ്ടുവന്ന പേഷ്യന്റും പോയില്ലേ, 4 ആള് പോകുന്നില്ലേ? പെട്ടെന്ന് ബ്രേക്ക് അടിച്ചിട്ട് ഗാഡിയും കുത്തുമ്പോൾ ഒരേ പോക്കല്ലേ. നിങ്ങൾക്ക് ഓരോരോ ജീവൻ വേണ്ട മക്കളെ. നമ്മളെല്ലാം പിന്നെ പെരുന്ന പെരക്കാർ പിന്നെ നമ്മളെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയിട്ടല്ലേ ഈ പണിയെടുക്കുന്നത്. എന്തിനങ്ങനെ ഫാസ്റ്റ് പോകുന്നത്? ടൗൺ ഏരിയയിൽ ഒരു ലേബലിൽ നിങ്ങൾ നിങ്ങൾ മറ്റേ ഇത് ബെല്ലടിച്ചിട്ട് മറ്റേ സൗണ്ട് ഇട്ടിട്ട് നിങ്ങൾ പോയെങ്കിൽ അത് സൈഡ് തരൂ. അങ്ങനെ വന്നതിൽ തന്നെ ടർണാക്കലും വന്നതിൽ തന്നെ ഓവർടേക്കാക്കലുണ്ട്. അങ്ങനെ വലിയ ഡേഞ്ചർ അല്ലേ. ഇതെല്ലാം ഭയങ്കര സൂക്ഷിക്കണം മക്കളെ. നാളെ ആരും ഉണ്ടാവില്ല. കൈയും കാലം കൊഞ്ഞെങ്കിൽ ആരും ഉണ്ടാവില്ല. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് എല്ലാം നമുക്ക് സമയം തെറ്റിപ്പോയെങ്കിൽ എന്താണ് ആക്സിഡന്റ് എങ്കിൽ എങ്ങനെയോ ബതുക്കും. നിങ്ങൾ ഇനി എത്ര ഫാസ്റ്റ് പോയിട്ട് കാര്യമില്ലാന്ന്. നിങ്ങൾ സ്പീഡ് പോയിട്ട് അപ്പുറം കൊണ്ട് നിൽക്കുന്നത് പിന്നെ ബ്രേക്ക് കിട്ടുമ്പോൾ തീർന്ന് നിങ്ങൾ വന്ന സ്പീഡ് അവിടെ കട്ടായി. ഓക്കെ, കാസർഗോഡ് നിന്ന് ടി മുഹമ്മദ്.